ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തൊരു ടേമായിരുന്നു ഡിസ്പേർഷൻ. അപ്പോൾ ആ ഡിസ്പേർഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൾസ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിന എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. നോക്കുക, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ലൈറ്റ് പൾസസിനെ സെൻഡ് ചെയ്യും. എന്താണ് ഈ ലൈറ്റ് പൾസസ്? ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഇൻഫർമേഷനെ നമ്മൾ ലൈറ്റ് പൾസസ് ആയിട്ട് കോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാനൊക്കെ സാധിക്കും അല്ലേ. വളരെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷനെ നമുക്കൊരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ലൈറ്റ് പൾസസ് ആക്കിക്കൊണ്ട് സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവും. അതാണല്ലോ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഈ ലൈറ്റ് പൾസസ് ഗിവൺ ആംപ്ലിറ്റ്യൂഡ്, ടൈം ഇൻ്റർവെല്, വിഡ്ത്ത് എന്നിവയൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, ആ ലൈറ്റ് പൾസിന് ഒരു പെർട്ടിക്കുലർ വിഡ്ത്ത് ഉണ്ടായിരിക്കും, പൾസ് വിഡ്ത്ത് ഉണ്ടായിരിക്കും, ടൈം ഇൻ്റർവെൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മൾട്ടിമോഡ് ഫൈബറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് റേസ് അല്ലേ, ഒരുപാട് ലൈറ്റ് റേസ് ആ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, ലൈറ്റ് പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എ നമ്പർ ഓഫ് ലൈറ്റ് റേസ് ആർ ട്രാവൽഡ് ത്രൂ ദാറ്റ് പർട്ടിക്കുലർ ഒപ്റ്റിക്കൽ ഫൈബർ ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പക്ഷേ ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് ടേക്ക് ഡിഫറെൻറ്റ് ടൈം ടു ട്രാവൽ വൺ എൻഡ് ടു അനദർ എൻഡ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലേ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ട്രാവൽ ചെയ്യാൻ ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് ഡിഫറെൻറ്റ് ടൈമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ ബ്രോഡൻ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ലൈറ്റ് പൾസ് ബ്രോഡൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ടൈം ഇൻ്റർവെല് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ ടൈം ഇൻ്റർവെല് സ്പ്രെഡ് ചെയ്യുന്ന, ലൈറ്റ് പൾസ് ബ്രോഡ് ചെയ്യുന്ന ഈ ഫിനോമിനയെ, ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പൾസ് ഡിസ്പേർഷൻ. വാട്ട് ഈസ് പൾസ് ഡിസ്പേർഷൻ? പൾസ് ഡിസ്പേർഷൻ ഈസ് ദ ഫിനോമിന ബൈ വിച്ച് ലൈറ്റ് പൾസസ് ബ്രോഡൻ ഓർ ടൈം ഇൻ്റർവെൽ സ്പ്രെഡ് due to different rays take different time to cover its propagation from one end to another end എന്നൊക്കെ പറയുന്നത്. ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്കുള്ള ആ ഒരു ട്രാവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് റേസ് എടുക്കുന്ന ടൈം ഡിഫറൻ്റ് ആയതുകൊണ്ട് ടൈം ഇൻ്റർവെല് ബ്രോഡൻ സ്പ്രെഡ് ചെയ്യുക അല്ലേ, ലൈറ്റ് പൾസ് ബ്രോഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ, ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് പൾസ് ഡിസ്പേർഷൻ. നോക്ക്, it is the phenomena by which light pulses broaden and spread into a wider time interval because of the different time taken by different rays propagating through the fiber അല്ലേ. അത് മൾട്ടിമോഡ് ഫൈബർ ആണെങ്കിൽ നമുക്ക് അറിയാലോ, നമ്മൾ പറഞ്ഞില്ലേ ലോവർ മോഡിൽ പോവും അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. പല മോഡിൽ പോകുന്നുണ്ട്. ഒരു റേത ഇങ്ങനെ പോകുന്നു അല്ലേ, മറ്റൊന്ന് ആണെങ്കിൽ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇതിനെ നമ്മൾ ഹയർ ഓർഡർ മോഡ് എന്നാണ് പറയുക അല്ലേ. ഈ ആംഗിള് കുറഞ്ഞത്, ആംഗിൾ കൂടിയതാണ് നമ്മൾ ലോവർ ഓർഡർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് പാത്ത്സ് ആണ് ഡിഫറെൻറ്റ് റേസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും എടുക്കുക. പാത്ത് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ടൈം മാറാനുള്ള സാധ്യതയുണ്ട്. ടൈം മാറുന്നതുകൊണ്ട് ടൈം ഇൻ്റർവെല് വൈഡർ ടൈം ഇൻ്റർവെല്ലായിട്ട് മാറുക അല്ലേ. അതുപോലെ ലൈറ്റ് പൾസസ് ബ്രോഡൻ ചെയ്യുക അല്ലേ. ഈ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് പൾസ് ഡിസ്പേർഷൻ. ഈ പൾസ് ഡിസ്പേർഷൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആണ്. അതായത് ഒരു കിലോമീറ്റർ ലൈറ്റ് പൾസ് പോകുന്ന സമയത്ത് എത്ര നാനോ സെക്കൻഡ് ടൈം ഇൻ്റർവെല് വൈഡർ ആവുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു യൂണിറ്റ് നാനോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പൾസ് ഡിസ്പേർഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈറ്റ് റേ ത്രൂ ഫൈബർ. അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യും തോറും പൾസ് ഡിസ്പേർഷനും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കുറച്ച് പാത്ത് ലെങ്ത്തേ കവർ ചെയ്യുന്നുള്ളെങ്കിൽ പൾസ് ഡിസ്പേർഷൻ കുറവായിരിക്കും. ഒരുപാട് ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ പൾസ് ഡിസ്പേർഷനും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി പൾസ് ഡിസ്പേർഷനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇന്റർ മോഡൽ ഡിസ്പേർഷനും ഇൻട്രാമോഡൽ ഡിസ്പേർഷനും. പിന്നെ ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്നും മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്റർ മോഡൽ ഡിസ്പേർഷൻ എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, മൾട്ടിമോഡ് ഫൈബേഴ്സിൽ ലൈറ്റ് റേസിന് എ നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ഉണ്ട്, അല്ലെങ്കിൽ എ നമ്പർ ഓഫ് മോഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, നമ്മൾ ലോവർ ഓർഡർ മോഡും ഹയർ ഓർഡർ മോഡൊക്കെ പറഞ്ഞു. എന്താണ് ലോവർ ഓർഡർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കോർ ക്ലാഡിംഗ്, ഇതാണ് ഇവിടെ കോറ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, ക്ലാഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് ആണ് അല്ലേ. അപ്പോൾ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലാർജ് ആണെങ്കിൽ
അതിൽ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. കുറച്ച് റിഫ്ലക്ഷൻസ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇത് അങ്ങനെയാണ്. ഇവിടെ ബി എന്ന് പറയുന്നൊരു റേ ആണ്. കണ്ടോ, ഇവിടെ ആംഗിൾ വളരെ കൂടുതലാണ്. ഈ ആംഗിൾ, അതായത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ടോ, 2 തവണ മാത്രമാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഇതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അത്തരം മോഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലോവർ ഓർഡർ മോഡ്, അല്ലേ? ലോവർ ഓർഡർ മോഡ് എന്ന് പറയും. എന്നാൽ ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറവാണെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് കൂടിയ മോഡാണ് എന്ത്? ഹയർ ഓർഡർ മോഡ്. അപ്പോൾ ലോവർ ഓർഡർ മോഡ് ഉണ്ട്, ഹയർ ഓർഡർ മോഡ് ഉണ്ട്. ഇവിടെ നോക്ക്, ലോവർ ഓർഡർ മോഡാണെങ്കിൽ നോക്കുക, അത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലേ? വളരെ കുറച്ച് സമയം മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഹയർ ഓർഡർ മോഡോ ഒരുപാട് ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ പറയണത്? ലോവർ ഓർഡർ മോഡ് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമാണ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ സഞ്ചരിക്കുന്നുള്ളൂ. ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമാണ് സഞ്ചരിക്കുന്നുള്ളൂ, അല്ലേ? പാത്ത് ലെങ്ത് കുറവാണല്ലോ, ഇത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഉള്ള പാത്ത് ലെങ്ത് കുറവാണ്. ടൈം ടേക്കണും അപ്പോൾ എന്തായിരിക്കും? അങ്ങനെ പറയാം നമുക്ക്, അല്ലേ? കുറച്ച് സമയം മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് അതിനകത്ത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തുള്ള പാത്ത് ലെങ്ത് കുറവാണ്. എന്നാൽ ഹയർ ഓർഡർ മോഡോ അത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് അതിനുള്ള പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അല്ലേ, വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു വ്യത്യാസം കാരണം? ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഈ 2 മോഡ്സും സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ആ ഒരു പാത്ത് ലെങ്ത് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഹയർ ഓർഡർ മോഡ് കവർ മോർ ഡിസ്റ്റൻസ് ദാൻ ലോവർ ഓർഡർ മോഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസിലുള്ള ഒരു വ്യത്യാസം കാരണം, ആ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈമിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ആ ഒരു ബ്രോഡനിങ് ഓഫ് ദ ലൈറ്റ് പൾസസ് അഥവാ ഡിസ്പേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ മോഡൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ മോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നോക്ക്, ഇറ്റ് ഈസ് ദ ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ ഗ്രൂപ്പ് വെലോസിറ്റീസ് ഇൻ ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് മൾട്ടി മോഡ് ഫൈബേഴ്സ്. അപ്പോൾ അത് കാരണം ഇവിടെ എന്തെങ്കിലും ഈ ഡിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി, അല്ലേ? അപ്പോൾ ഈ മോഡ്സുകളുടെ ഗ്രൂപ്പ് വെലോസിറ്റീസിലും എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി, ഡിഫറൻറ്റ് മോഡ്സിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റിയിൽ മൾട്ടി മോഡ് ഫൈബേഴ്സിനകത്തുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഡിസ്പേർഷൻ നമ്മൾ ഇന്റർ മോഡൽ ഡിസ്പേർഷൻ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ ഡിസ്പേർഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ ഗ്രൂപ്പ് വെലോസിറ്റീസ് ഇൻ ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് മൾട്ടി മോഡ് ഫൈബേഴ്സ്. നോക്ക്, ഇൻ മൾട്ടി മോഡ് ഫൈബേഴ്സ് ഹയർ ഓർഡർ മോഡ്സ് ട്രാവൽ മോർ ഡിസ്റ്റൻസ് ദാൻ ലോവർ ഓർഡർ മോഡ്സ്. ഹയർ ഓർഡർ മോഡ് നമ്മൾ കണ്ടു, അല്ലേ? കൂടുതൽ ഡിസ്റ്റൻസ് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് റിഫ്ലക്ഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലേ, അത് കവർ ചെയ്യുന്ന പാത്ത് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. മറ്റത് കുറച്ച് തവണ മാത്രമാണ്, കുറച്ച് 2-3 അല്ലെങ്കിൽ കുറച്ച് തവണ മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഹയർ ഓർഡർ മോഡ് റീച്ച് ആഫ്റ്റർ സം ഡിലേ, അല്ലേ? അതുകൊണ്ട് തന്നെ നോക്ക്, ലോവർ ഓർഡർ മോഡ് കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ പോകുന്നുള്ളൂ, അല്ലേ? എന്നാൽ ഹയർ ഓർഡർ മോഡോ ഒരുപാട് ഡിസ്റ്റൻസ് പോവുകയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലോവർ ഓർഡർ മോഡ്, ഹയർ ഓർഡർ മോഡ് ലോവർ ഓർഡർ മോഡിനേക്കാൾ ഒരു ടൈം ഡിലേയിൽ മാത്രമാണ് മറ്റേ എൻഡിൽ എത്തുള്ളൂ, കേട്ടോ. ഹയർ ഓർഡർ മോഡ് റീച്ചസ് ആഫ്റ്റർ സം ടൈം ഡിലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിലേക്ക് ശേഷം മാത്രമാണ്. ലോവർ ഓർഡർ മോഡ് പെട്ടെന്ന് എത്തും ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക്. എന്നാൽ ഹയർ ഓർഡർ മോഡ് അത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ടൈം എടുത്തിട്ടൊക്കെയാണ് മറ്റേ എൻഡിൽ എത്തുള്ളൂ. ഈ ഒരു ടൈം ഡിലേ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസ്പേർഷൻ, അതാണ് ഇന്റർ മോഡൽ ഡിസ്പേർഷൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ടൈം ഡിലേ എത്രയാണ്? ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബറിനകത്ത് ഈ നമ്മുടെ ഹയർ ഓർഡർ മോഡ് റേക്ക് ഉണ്ടാവുന്ന ടൈം ഡിലേ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്രഷൻ ഫോർ ടൈം ഡിലേ ഡ്യൂ ടു മോഡൽ ഡിസ്പേർഷൻ ഇൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്ത് മോഡൽ ഡിസ്പേർഷൻ അഥവാ ഇന്റർ മോഡൽ ഡിസ്പേർഷൻ കാരണം ഉണ്ടാവുന്ന ടൈം ഡിലേ. ആർക്കാണ് ടൈം ഡിലേ ഉണ്ടാവുക? ഹയർ ഓർഡർ മോഡിനാണ്, അല്ലേ? ലോവർ ഓർഡർ മോഡ് പെട്ടെന്ന് എത്തും. ഹയർ ഓർഡർ മോഡിനാണ് ടൈം ഡിലേ ഉണ്ടാവുക. ആ ടൈം ഡിലേ നമ്മൾ കാണുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒപ്റ്റിക്കൽ ഫൈബർ കൺസിഡർ ചെയ്തു. ആ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തേക്ക് ഒരു ലൈറ്റ് റേ പതിക്കുന്നു, അല്ലേ? ഇവിടെ കോർ ക്ലാഡിംഗ്, ഇവിടെ കോർ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കോറാണ്. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ തട്ടിയിട്ട് ആ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഈ ഒപ്റ്റിക്കൽ ഫൈബറിന് അകത്തെ 2 പോയിന്റ്സ് ആണ് എയും സിയും. അങ്ങനെ എയിൽ നിന്ന് അത് സിയിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവിടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് ഞാൻ ബി എന്ന് കൊടുത്തിരിക്കുകയാണ്. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് ബി എന്ന് കൊടുത്തു. ഒപ്റ്റിക്കൽ ആക്സിസിൽ 2 പോയിന്റ്സ് ആണ് എയും സിയും, അല്ലേ? അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഒപ്റ്റിക്കൽ ആക്സിസ് നമുക്ക് കാണാം, അല്ലേ? എൻ്റെയും സിൻ്റെ ഇടയിൽ. പിന്നെ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ബിയിൽ നിന്നൊരു നോർമൽ വരച്ചിരിക്കുന്നു, അല്ലേ? ആ നോർമൽ ആ ഒപ്റ്റിക്കൽ ആക്സിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്ക്,
ഇവിടെ ഈ ഒപ്റ്റിക്കൽ ആക്സുമായിട്ട് ഈ ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കൊടുത്തു. ഇവിടെ പുറത്തെ എയറാ മീഡിയം, ഉള്ളിൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മീഡിയമാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് എല്ലാം കൊണ്ട് ഇവിടെ ചെറിയൊരു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തീറ്റ ആർ ആണ്. ആംഗിൾ BAD എന്ന് പറയുന്നത് തീറ്റ ആർ എന്ന് കൊടുത്തു. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഈ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ് എന്ന് കാണാം. ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിളിന് അറിയാലോ, പിന്നെ എന്താ പറയുക, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. AB BC ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരം BCക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ടുള്ള തീറ്റ ആർ, ABക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ BCDയും എത്രയായിരിക്കും, തീറ്റ ആർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് 90 ആണ്, ഈ ഒരു ആംഗിൾ 90 ആണ് വരുന്നത് അല്ലേ, കാരണം ഇത് നോർമലാണല്ലോ വരച്ചത്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക, മൊത്തം 180 ഡിഗ്രിയാണ്, 90 പോയി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 വരിക അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആർ ആയിരിക്കും, 90 മൈനസ് തീറ്റ ആർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ആംഗിളും എത്ര തന്നെ ആയിരിക്കും എന്നുള്ളതാണ്, തീറ്റ ആർ ആയിരിക്കും. ഈ ആംഗിളും എത്രയാണ്, തീറ്റ ആർ ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതാ അങ്ങനെ തീറ്റ ആർ ആണ് ഈ ആംഗിളും വരുന്നത് നമുക്ക് കാണാം. ഓക്കെ. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അല്ലേ, ഇത് രണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം ഇത് തീറ്റ ആർ ആണ് വരുന്നതെന്ന്. ഓക്കെ. എന്തായാലും നമുക്ക് ഇവിടെ സിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക് ഈ ലൈറ്റ് റേ എത്താൻ എടുക്കുന്ന ടൈം, ഇതാണ് നമ്മുടെ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അല്ലേ, ഈ ഒരു പാത്തിലൂടെയാണ് അത് പോകുന്നത്. ABC എന്ന് പറയുന്ന പാത്തിലൂടെ ട്രാവൽ ചെയ്തിട്ട് എയിൽ നിന്ന് സിയിലേക്ക് ഈ ലൈറ്റ് റേ, ഇത് ഏതാണ്, ലോവർ ഓർഡർ മോഡാണോ ഹയർ ഓർഡർ മോഡാണോ എന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് എത്താൻ എടുക്കുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കണം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് ലോവർ ഓർഡർ ആയിക്കോട്ടെ ഹയർ ഓർഡർ മോഡ് ആയിക്കോട്ടെ, ഏത് മോഡാണെങ്കിലും എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി എടുക്കുകയാണ്. ടൈം ടേക്കൺ ടു റീച്ച് ലൈറ്റ് റേ C ഫ്രം A കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാ ടൈം കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ അല്ലേ. അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് AB + BC ആണ്. അതിൻ്റെ പാത്ത് ലെങ്ത്തിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടും അല്ലേ. അപ്പോൾ AB + BC ആണ് പാത്ത് ലെങ്ത്, അതിനെ വെലോസിറ്റി, അത് ട്രാവൽ ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ അതിനുള്ള വെലോസിറ്റി V ആണെന്ന് എടുക്കുക. അപ്പോൾ AB + BC/V എന്ന് കിട്ടും. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് കാണാം. അവിടെ ഈ ആംഗിൾ തീറ്റ ആർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കോസ് തീറ്റ ആർ, ABDയിൽ കോസ് തീറ്റ ആർ കാണുകയാണ്. ട്രയാങ്കിൾ ABD കോസ് തീറ്റ ആർ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് AD ആണ് ബൈ AB എന്ന് വരും അല്ലേ, AD/AB. അപ്പോൾ AB എത്ര വരും, AB ഇങ്ങോട്ട് കൊണ്ടുവന്നു, കോസ് തീറ്റ ആർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ AB ഈക്വൽ ടു AD/cos തീറ്റ ആർ എന്ന് വന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഞാൻ അതേപോലെ ട്രയാങ്കിൾ BDC എടുത്തിരിക്കുന്നു. BDCയിൽ ഞാൻ കോസ് തീറ്റ ആർ കാണുകയാണ്. കോസ് തീറ്റ ആർ കാണുമ്പോൾ എത്ര വരുന്നത്, അതും DC/BC, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, DC/BC വരുന്നു. BC അങ്ങോട്ട് കൊണ്ടുപോയി, കോസ് തീറ്റ ആർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ BC ഈക്വൽ ടു DC/cos തീറ്റ ആർ കിട്ടി. അപ്പോൾ എനിക്ക് ഇക്വേഷൻ 1 AB കിട്ടി, BC കിട്ടി. ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ആ 2, 3 ആ രണ്ട് ഇക്വേഷൻസ് ABയും BCയും അല്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് AB + BC കാണുകയാണ്. യൂസിങ് 2 and 3 വി ഗെറ്റ് AB + BC ഈസ് ഈക്വൽ ടു, AB എത്രയാണ്, AD/cos തീറ്റ ആർ ആണ്, പ്ലസ് BC എത്രയാണ്, DC/cos തീറ്റ ആർ ആണ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ AB + BC ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആർ, ഡിനോമിനേറ്റർ കോമൺ ആണ്, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. AD + DC/cos തീറ്റ ആർ എന്ന് വരും അല്ലേ. ഇനി AD + DC എന്ന് പറയുന്നത് എന്താണ്, AD + DC, അതിന് നമ്മൾ എയിൽ നിന്ന് സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടൊക്കെ കണക്കാക്കാം അല്ലേ. അപ്പോൾ അതിന് ഞാൻ തൽക്കാലം L എന്ന് കൊടുക്കുകയാണ്. AD + DC AC ആണ് അല്ലേ, AD + DCക്ക് ഞാൻ എന്താണത് AC എന്ന് കൊടുത്തിരിക്കുകയാണ്, AC ആണ്. അപ്പോൾ AB + BC എത്ര വരിക, AC/cos തീറ്റ ആർ അല്ലേ, AD + DC AC/cos തീറ്റ ആർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് AB + BCയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുകയാണ്, AC/cos തീറ്റ ആർ എന്ന് കൊടുക്കുകയാണ്. കഴിഞ്ഞില്ല, എന്തുകൂടി ഉണ്ട് അവിടെ, V കൂടി ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ എന്ത് വരും, AC/V cos തീറ്റ ആർ എന്ന് കിട്ടും, T. ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദിസ് ലൈറ്റ് റേ ടു റീച്ച് C ഫ്രം A. എയിൽ നിന്ന് സിയിലേക്ക് ഇത് സഞ്ചരിക്കുന്ന ടൈമാണ് അല്ലേ, AC/V cos തീറ്റ ആർ എന്ന് പറയുന്നത്. ഇത് നോക്കുക, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി, ഇത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോറിനകത്തൂടെ ലൈറ്റിൻ്റെ വെലോസിറ്റി ഞാൻ V എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ V കാണുന്നതിനുള്ള എക്സ്പ്രഷൻ എന്താ വരിക, നമുക്കറിയാലോ, V ഈക്വൽ ടു C/ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. C വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ്. അപ്പോൾ V ഈക്വൽ ടു C/ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ് അല്ലേ. അപ്പോൾ
we know here v is equal to c by n1, that is the velocity of light ray within the core ആണ്. അപ്പോൾ ഈ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കേണ്ടി വരും? c by n1 കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ t is equal to ac by c by n1 cos theta r. ഈ by n1 ഇങ്ങോട്ട് ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ t is equal to n1 ac by cos theta r എന്ന് കിട്ടും. ഇനി നോക്കുക, ac എന്ന് പറയുന്നത് ഈ a ൻ്റെ c ൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിന് ഞാൻ l എന്ന് കൊടുത്തിരിക്കുകയാണ്. ലെറ്റ് ac is equal to l. therefore t is equal to, അല്ലെങ്കിൽ ആ എ ൻ്റെ സി ൻ്റെ ഇടയിലുള്ള ലെങ്ത് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ആണ്, എ ൻ്റെ സി ൻ്റെ ഇടയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്നത്. അപ്പോൾ എ സി ഈക്വൽ ടു എൽ എന്ന് കൊടുത്തു. അപ്പോൾ ടി is equal to n1 l by cos theta r എന്ന് കിട്ടി അല്ലേ? ഇനി നോക്കുക, ഇത് ജനറൽ എക്സ്പ്രഷൻ ആണ്. ലോവർ ഓർഡർ മോഡിനും ഹയർ ഓർഡർ മോഡിനും ഒക്കെ ഉള്ള ജനറൽ എക്സ്പ്രഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആക്സിസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ലൈറ്റ് റേ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുന്ന അല്ലേ? ടൈം ടേക്കൺ ടു travel from one point to another point of optical axis of an optical fiber, both in the case of lower order mode and higher order mode. General expression ആണ്. അപ്പോൾ അത് n1 l by cos theta. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ലോവർ ഓർഡർ മോഡിനും ഹയർ ഓർഡർ മോഡിനും സെപ്പറേറ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ടൈം കണ്ടുപിടിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ലൈറ്റ് റേ ലോവർ ഓർഡർ മോഡ് ആയിരുന്നു എന്ന് കരുതുക. ലോവർ ഓർഡർ മോഡ് ആയിരുന്നു എന്ന് കരുതുക. ലോവർ ഓർഡർ മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ലോവർ ഓർഡർ മോഡിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ലോവർ ഓർഡർ മോഡിൽ ഹൈ ആയിരിക്കും, മാക്സിമം ആയിരിക്കും. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾ വളരെ കൂടുതലായിരിക്കും. ഈ ആംഗിൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ തീറ്റ ഐ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ, ആ ആംഗിൾ എന്തായിരിക്കും? ലോവർ ഓർഡർ മോഡിൽ കുറവായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, അതായത് ഈ എ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ലോവർ ഓർഡർ മോഡിന്, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ ഒപ്റ്റിക് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന അല്ലേ തീറ്റ ഐ എന്ന് പറയുന്ന ആംഗിൾ, അതുപോലെ തീറ്റ ആർ എന്ന് പറയുന്ന ആംഗിൾ, അതൊക്കെ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ തീറ്റ ഐയും തീറ്റ ആറും ലോവർ ഓർഡർ മോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മോൾ ആണ് അല്ലേ? നോക്കുക, തീറ്റ ഐ ആൻഡ് തീറ്റ ആർ വെരി സ്മോൾ ഇൻ ദ കേസ് ഓഫ് ലോവർ ഓർഡർ മോഡ്. ഫോർ ലോവർ ഓർഡർ മോഡ് തീറ്റ ഐ ആൻഡ് തീറ്റ ആർ വെരി സ്മോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീറ്റ ആറിൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണെങ്കിൽ കോസ് തീറ്റ ആർ എത്രയായിരിക്കും? തീറ്റ ആർ അപ്രോക്സിമേറ്റ്ലി 0 ഒക്കെയാണ് വരുന്നത്. കോസ് 0 ആ റേഞ്ചൊക്കെ വരും അല്ലേ? അപ്പോൾ 1 ആണ്, അപ്രോക്സിമേറ്റ്ലി 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോവർ ഓർഡർ മോഡിൻ്റെ കേസിൽ ടൈം ടേക്കൺ ടു റീച്ച് വൺ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഫ്രം അനദർ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ഗിവൺ ബൈ ടി is equal to n1 l by c. n1 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആണ്. c എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ ആണ്. എൽ എന്താണ്? എൽ ഈസ് ദ ലെങ്ത് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്സ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് അല്ലേ? ഏത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ട്രാവലിൻ്റെ കാര്യമാണോ പറയുന്നത്? ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഒപ്റ്റിക്കൽ ആക്സിലുള്ള രണ്ട് പോയിന്റുകളാണ്. ആ പോയിന്റുകൾക്കിടയിലുള്ള ലെങ്ത് ആണ്, അല്ലെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ആണ്, ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, ലോവർ ഓർഡർ മോഡിൻ്റെ പ്രത്യേകത എന്താണ്? ലോവർ ഓർഡർ മോഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? മിനിമം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിനിമം ടൈമാണ് അല്ലേ ലോവർ ഓർഡർ മോഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം. കാരണം എന്താ? റിഫ്ലക്ഷനൊക്കെ കുറവാണ് ലോവർ ഓർഡർ മോഡിൽ അല്ലേ? മറ്റത് ഹയർ ഓർഡർ മോഡിലാണ് ഒരുപാട് തവണ റിഫ്ലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ലോവർ ഓർഡർ മോഡ് എടുക്കുന്ന ഈ ഒരു ടൈം നമുക്ക് മിനിമം ടൈം ടേക്കൺ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയാം അല്ലേ? എ ഡി സി ഡി ഇടയിൽ എടുക്കുന്ന മിനിമം ടൈമാണ് ഇത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് നമുക്ക് ടി മിനിമം എന്ന് കൊടുക്കാം. ടി മിനിമം ഈക്വൽ ടു അപ്പോൾ എത്രയാണ് വരുന്നത്? n1 l by c. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടി മാക്സിമം കിട്ടും. ടി മാക്സിമം എന്തായിരിക്കും? അതായത് ഹയർ ഓർഡർ മോഡ് അല്ലേ? ഹയർ ഓർഡർ മോഡ് ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിൽ തന്നെ, എ സി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിൽ തന്നെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ആയിരിക്കും എന്ത്? പിന്നെ മാക്സിമം, ടി മാക്സിമം. അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഹയർ ഓർഡർ മോഡ് കൂടുതൽ ടൈം എടുക്കും, ലോവർ ഓർഡർ മോഡ് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അല്ലേ? ടി മാക്സ് മൈനസ് ടി മിനിമം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം ഡിലേ നമുക്ക് കിട്ടും. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഹയർ ഓർഡർ മോഡിൻ്റെ കേസ് കൂടി ഒന്ന് നോക്കാം. ഈ ഹയർ ഓർഡർ മോഡ് എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം, ഹയർ ഓർഡർ മോഡ് എടുക്കുന്ന ടൈം മാക്സിമം ടൈം ആയിരിക്കും അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഹയർ ഓർഡർ മോഡിൻ്റെ കേസിൽ ഈ ഒരു കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതിന് ഞാൻ ഫൈ എന്ന് കൊടുത്തിരിക്കണം. ആ ഫൈ സി ഈക്വൽ ടു എത്ര ആയിരിക്കും? 5c ആയിരിക്കും, ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞു കേട്ടോ, ഹയസ്റ്റ് ഓർഡർ മോഡാണത് കേട്ടോ. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ മോഡിൻ്റെ കേസിൽ ഈ ഫൈ എന്ന് പറയുന്നത് 5c ആയിരിക്കും, ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഹയർ ഓർഡർ മോഡ് 5c ഈക്വൽ ടു 5c ആണ്
ഓക്കെ. അപ്പോൾ തീറ്റ ആർ എത്ര വരിക? മൊത്തം ഇത് 90 ഡിഗ്രി ആയി പോയി. പിന്നെ ഇത് രണ്ടും കൂടി 90 ഡിഗ്രിയാണ് അല്ലേ? ആംഗിൾ ബി എ ഡിയും ആംഗിൾ എ ബി ഡിയും കൂടി 90 ഡിഗ്രിയാണ്. കാരണം ഇത് 90 ആയിട്ട് പോയി. അപ്പോൾ തീറ്റ ആർ എത്ര വരിക? 90 മൈനസ് 5 എന്നുള്ളത് എന്താണ്? 5c ആണ്. ദർഫോർ തീറ്റ ആർ is equal to 90 മൈനസ് 5c ആണ്. ഹയസ്റ്റ് ഓർഡർ മോഡിൽ 5 is equal to 5c ആയതുകൊണ്ടാണ് 90 മൈനസ് 5 ആണ് ഈ ട്രയാങ്കിളിൽ, 5 is equal to 5c ആണ് ഹയർ ഓർഡർ മോഡിന്. അപ്പോൾ 90 മൈനസ് 5c എന്നാണ് വരിക അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 5 നമ്മൾ കണ്ടതാണ്. t is equal to n1l by c cos തീറ്റ ആർ, അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഞാൻ നേരത്തെ ആ c അവിടെ എഴുതിയിട്ടില്ല തോന്നുന്നുണ്ട്, നേരത്തെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ എഴുതണം. t is equal to n1l by c cos തീറ്റ ആർ ആണ് അല്ലേ? ആ തീറ്റ ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 90 മൈനസ് 5c എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ t is equal to എന്ത് വരും? n1l by c cos 90 മൈനസ് 5c എത്രയാണ്? cos 90 മൈനസ് 5c sin 5c ആണ്, അറിയാലോ ട്രിഗ്നോമെട്രിക് റിലേഷൻ. അപ്പോൾ n1l by c sin 5c എന്ന് കിട്ടും. ഇനി sin 5c ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സൈൻ നമുക്കറിയാം n2 by n1 ആണ്, വേറെ n2 ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ആൻഡ് n1 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ. നമ്മൾ പറഞ്ഞതാണത്. അപ്പോൾ ഈ sin 5cയുടെ സ്ഥാനത്ത് ഞാൻ n2 by n1 കൊടുക്കുന്നു. അപ്പോൾ t is equal to n1l by c n2 by n1 എന്ന് വരുന്നു. ഈ by n1 അങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ n1 into n1 n1 square l by c n2 എന്നാവുന്നു അല്ലേ? അതെന്താണ്? അത് ഹയർ ഓർഡർ മോഡ് എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ്. അത് മാക്സിമം ടൈം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് ഇറ്റ് ഈസ് ദ മാക്സിമം ടൈം ടേക്കൺ ബിറ്റ്വീൻ എ ആൻഡ് സി. കാരണം ഹയർ ഓർഡർ മോഡാണ്. ലോവർ മോഡ് എടുക്കുന്ന ടൈം മിനിമം ടൈമാണ്, ഹയസ്റ്റ് ഓർഡർ മോഡ് എടുക്കുന്നത് മാക്സിമം ടൈമാണ്. അപ്പോൾ ഈ ടി മാക്സിമം എന്ന് എഴുതാം അല്ലേ? നേരത്തെ ടിക്ക് ടി മിനിമം എന്ന് എഴുതിയതുപോലെ ലോവർ ഓർഡർ മോഡിൻ്റെ കേസിൽ. അപ്പോൾ ടി മാക്സിമം ഈക്വൽ ടു n1 square l by c n2. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷൻ 6 നമുക്ക് അവിടെ ഉണ്ട്. ഇക്വേഷൻ 6 എന്തായിരുന്നു? ടി മിനിമം ഈക്വൽ ടു n1l by c ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 7 എന്താ കിട്ടിയത്? ടി മാക്സിമം ഈക്വൽ ടു n1 square l by c n2 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ടി മാക്സിമത്തിൽ നിന്ന് ടി മിനിമം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഡിലേ കിട്ടും. അതായത് ഈ ഹയർ ഓർഡർ മോഡ് എടുക്കുന്ന ടൈം ഡിലേ ലോവർ ഓർഡർ മോഡിനേക്കാളും കൂടുതൽ എടുക്കുന്ന ടൈം ഡിലേ നമുക്ക് കിട്ടുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ബൈ സബ്സ്ട്രാക്ടിങ് 6 from 7 വി ഗെറ്റ് ദ ടൈം ഡിലേ. ഡെൽറ്റ ടി is equal to ടി മാക്സിമം മൈനസ് ടി മിനിമം അല്ലേ? ഡെൽറ്റ ടി is equal to ടി മാക്സിമം എത്രയാണ്? n1 square l by c n2 ആണ്, മൈനസ് ടി മിനിമം n1l by c ആണ്. അത് നമ്മൾ ഇക്വേഷൻ 6ൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, ഇതിനകത്ത് രണ്ട് ടേമിലും n1l by c കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? n1l by c എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു n1 by n2 ഉണ്ടാവും, ഇവിടെ പിന്നെ 1 ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഡെൽറ്റ ടി is equal to n1l by c. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, n2 into 1 മൈനസ് n2, n1 മൈനസ് n2 by n2 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, നോക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാനറിയോ? ഇവിടെ ഈ ഒരു ടേമിൽ, അതായത് ഈ ബ്രാക്കറ്റിനകത്തെ ടേമിനെ n1 plus n2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരും n1l by c, n1 മൈനസ് n2 by n2 ഉണ്ട്, n1 plus n2 മുകളിലും n1 plus n2 താഴെയും വരും. ഇനി നോക്ക്, n1 മൈനസ് n2 into n1 plus n2, a plus b into a minus b പ്രകാരം a square minus b square. അതിന് പകരം ഇവിടെ എന്ത് വരും? n1 square minus n2 square എന്ന് വരും അല്ലേ? n1 minus n2 into n1 plus n2, n1 square minus n2 square ആണ്. അപ്പോൾ ഡെൽറ്റ ടി is equal to n1l by c n1 square minus n2 square by n2 into n1 plus n2. ഇനി നോക്ക്, നമുക്കറിയാം ന്യൂമറിക്കൽ അപ്പർച്ചർ കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. എന്താ ന്യൂമറിക്കൽ അപ്പർച്ചർ? റൂട്ട് ഓഫ് n1 square minus n2 square ആണ് അല്ലേ? ന്യൂമറിക്കൽ അപ്പർച്ചർ is equal to റൂട്ട് ഓഫ് n1 square minus n2 square ആണ് നമ്മൾ പറഞ്ഞതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിരിക്കുന്ന മീഡിയം എയർ ആണെങ്കിൽ. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ is equal to റൂട്ട് ഓഫ് n1 square minus n2 square ആണ്. രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ എത്ര വരിക? ആ റൂട്ടാണ് പോകും അല്ലേ? n1 square minus n2 square. അപ്പോൾ n1 square minus n2 square എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ ആണ്, na square എന്ന് കൊടുക്കുക അല്ലേ? ഇനി n1 plus n2 by n2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n1 ആണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോറും n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗും ആണെങ്കിൽ n1 plus n2 by 2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n1 plus n2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2n1 എന്ന് കിട്ടും അല്ലേ? നോക്കുക, അപ്പോൾ നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇത് രണ്ടും കൊടുക്കുകയാണ്. n1 square minus n2 squareന്റെ സ്ഥാനത്ത് na square എന്നും n1 plus n2ന്റെ സ്ഥാനത്ത് 2n1 എന്നും കൊടുക്കുന്നു. അപ്പോൾ ഡെൽറ്റ ടി is equal to എന്താവും നോക്ക്? ഡെൽറ്റ ടി is equal to n1l by c അവിടെ അതേപോലെ തന്നെ നിന്നു. n1 square minus n2 squareന്റെ സ്ഥാനത്ത് ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ എന്ന് കൊടുത്തു. n2 അവിടെ അതുപോലെ നിന്നു. n1 plus n2ന്റെ സ്ഥാനത്ത് 2n1 എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ 2n1 n2 എന്ന് വരും. നമുക്ക് ഇവിടെ n1ഉം n1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ എന്തൊക്കെയുള്ളത്? ഡെൽറ്റ ടി is equal to ടൈം ഡിലേ ആണ്, ടി മാക്സിമം ബൈ ടി മിനിമം ആണ്. അപ്പോൾ l by c ആണ് പിന്നെ ഇവിടെ ഉള്ളത്. l by c, പിന്നെ ഇവിടെ ഒരു n2 ഉണ്ട് അല്ലേ? n2 ഇങ്ങോട്ട് വന്നു, l by c n2. ഓക്കെ, ഇവിടെ 2 ഉണ്ട് കേട്ടോ, l by 2 cn2 എന്ന് വരും കേട്ടോ, 2 ഉണ്ട്. അപ്പോൾ l by 2 cn2 പിന്നെയോ ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതാണ്
ടൈം ഡിലേ ഡ്യൂ ടു ഇന്റർമോഡൽ ഡിസ്പേർഷൻ. അതായത് ഹയർ ഓർഡർ മോഡ് ലോവർ ഓർഡർ മോഡിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എത്താൻ ഒപ്റ്റിക്കൽ ഫൈബറിൽ. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസ്പേർഷൻ ആണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ഇൻ്റർവെല് സ്പ്രെഡ് ചെയ്തു, ഒരു ടൈം ഇൻ്റർവെല്ലിന് ഒരു സ്പ്രെഡ് ഉണ്ടായി അല്ലേ, L/2 CN2 NA². അതിനെയാണ് നമ്മളിവിടെ ഇന്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആണ്, L/2 CN2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ΔT പ്രൊപ്പോർഷണൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. ΔT ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ സ്ക്വയർ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടിയാൽ ഈ ഇന്റർമോഡൽ ഡിസ്പേർഷൻ കൂടും എന്ന് പറയാം നമുക്ക്. അതായത് ടൈം ഡിലേ കൂടും എന്നാണല്ലോ അർത്ഥം അല്ലേ. അപ്പോൾ ടൈം ഡിലേ ഡ്യൂ ടു ഇന്റർമോഡൽ ഡിസ്പേർഷൻ ഇൻക്രീസസ് വെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസസ്. വെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഡിക്രീസസ് ടൈം ഇൻ്റർവൽ ഡിലേ അല്ലെങ്കിൽ ടൈം ഡിലേ ഡിക്രീസസ്. അതായത് ഇന്റർമോഡൽ ഡിസ്പേർഷൻ ടൈം ഡിലേ ഡ്യൂ ടു ഇന്റർമോഡൽ ഡിസ്പേർഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്റർമോഡൽ ഡിസ്പേർഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ കുറഞ്ഞ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുക. ഇഫ് യു യൂസ് ഒപ്റ്റിക്കൽ ഫൈബർ ഹാവിംഗ് ലോ അല്ലെങ്കിൽ സ്മോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ, ടൈം ഡിലേ ഡ്യൂ ടു ഇന്റർമോഡൽ ഡിസ്പേർഷൻ വിൽ ബി അല്ലെങ്കിൽ ഇന്റർമോഡൽ ഡിസ്പേർഷൻ വിൽ ബി low. Intermodal dispersion can be reduced if you use optical fiber of small numerical aperture. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. N2 എന്ന് പറയുന്ന ടേം നോക്കുക, എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ആണ്. അത് ഡിനോമിനേറ്റർ പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാലാണ് ടൈം ഡിലേ എന്ത് ചെയ്യുക, കുറയുക. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാലാണ് ടൈം ഡിലേ കൂടുക. കാരണം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള അല്ലേ, ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇന്റർമോഡൽ ഡിസ്പേർഷൻ എന്ത് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്റർമോഡൽ ഡിസ്പേർഷൻ കുറയ്ക്കാനുള്ള രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് വി ഹാവ് ടു യൂസ് ഒപ്റ്റിക്കൽ ഫൈബർ ഓഫ് ലാർജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ക്ലാഡിംഗ് അല്ലേ. ക്ലാഡിങ്ങിന് ലാർജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇന്റർമോഡൽ ഡിസ്പേർഷൻ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഇന്റർമോഡൽ ഡിസ്പേർഷൻ ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ ഓഫ് സ്മോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ കുറഞ്ഞ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുക. ആൻഡ് ഹൈ ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള അല്ലേ, സ്മോൾ ന്യൂമറിക്കൽ അപ്പർച്ചർ ഉള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്റർമോഡൽ ഡിസ്പേർഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്റർമോഡൽ ഡിസ്പേർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ ആണ്. അതെന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്റർമോഡൽ ഡിസ്പേർഷൻ മൾട്ടിമോഡ് ഫൈബേഴ്സിൽ മാത്രമേ കാണുന്നുള്ളൂ. അതായത് ഒന്നിലധികം മോഡ്സ് ഉണ്ടെങ്കിൽ ആ മോഡ്സിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഡിസ്പേർഷനാണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു. അവ ലോവർ ഓർഡർ മോഡ് ഹയർ ഓർഡർ മോഡ് രണ്ടും ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഹയർ ഓർഡർ മോഡ് ഒരു ടൈം ഡിലേ ഉണ്ടാവും അല്ലേ, പിന്നെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ലോവർ ഓർഡർ മോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ടൈം ഡിലേ ഉണ്ടാവും. ആ ടൈം ഡിലേ അത് കാരണം ഈ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ഒരു ബ്രോഡനിങ്, അതാണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിമോഡ് ഫൈബേഴ്സിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇനി നമ്മൾ പറയുന്ന ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ അത് സിംഗിൾ മോഡ് ഫൈബേഴ്സിലും കാണുന്ന ഒരു ഡിസ്പേർഷനാണ്. ഓക്കെ, ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ ഈസ് ദ ഡിസ്പേർഷൻ വിച്ച് ഈസ് പ്രസൻറ്റ് ഈവൺ ഇൻ ദ സിംഗിൾ മോഡ് ഫൈബേഴ്സ് അല്ലേ. ഒരു സിംഗിൾ മോഡ് ഫൈബറിൽ പോലും കാണുന്ന ഒരു ഡിസ്പേർഷനാണ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ. ഓക്കെ, അതായത് ഒരു സിംഗിൾ മോഡിന് ഉണ്ടാവുന്ന ഡിസ്പേർഷനാണ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ. ഒന്നിലധികം മോഡ്സ് ചേർന്നിട്ടുണ്ടാവുന്ന ലൈറ്റ് പൾസിനാണ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. ഇവിടെ ഒറ്റ മോഡിന് പോലും ഉണ്ടാവുന്ന ഡിസ്പേർഷനാണ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ. ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്നും വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്നും. നോക്കി നോക്കുക, ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ ആണ് ഫിനോമെന ബൈ വിച്ച് ലൈറ്റ് പൾസസ് ആർ സ്പ്രെഡഡ് വിത്തിൻ ദ സിംഗിൾ മോഡ് ഫൈബർ ഈസ് നോൺ ആസ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ. സിംഗിൾ മോഡ് ഫൈബറിലെ ലൈറ്റ് പൾസസ് സ്പ്രെഡ് ചെയ്യുന്ന ഫിനോമിനയാണ് ഇൻട്രാമോഡൽ ഡിസ്പേർഷൻ. മറ്റേതോ ഇന്റർമോഡൽ ഡിസ്പേർഷൻ മൾട്ടിമോഡ് ഫൈബേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിരിക്കുക. 2 ടൈപ്സ് ആണുള്ളത്, മെറ്റീരിയൽ ഡിസ്പേർഷനും ഉണ്ട്, വേവ് ഗൈഡ് ഡിസ്പേർഷനും ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മെറ്റീരിയൽ ഡിസ്പേർഷൻ പറയുന്നു. നോക്കുക, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സിംഗിൾ മോഡ് ഫൈബർ ആണെന്ന് കരുതുക, അതിനകത്തൂടെ നമ്മൾ ലൈറ്റ് റേ സെൻഡ് ചെയ്യുകയാണ്, ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്ന് കരുതുക, അതിനകത്ത് നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ഉണ്ടായിരിക്കും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. വേവ് ലെങ്ത് കമ്പോണൻറ്റുകൾ, നമ്പർ ഓഫ് വേവ് ലെങ്ത് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇതിനകത്ത് സ്മോളർ വേവ് ലെങ്ത് ഉള്ള കമ്പോണൻറ്റ് അല്ലേ, സ്മോളർ വേവ് ലെങ്ത് ഉള്ള കമ്പോണൻറ്റ് അത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ സഞ്ചരിക്കുക. വെലോസിറ്റി ഓഫ് സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻറ്റ് വിൽ ബി വെരി ലാർജ്, അത് വളരെ ലാർജ് ആയിരിക്കും. ഇപ്പോൾ വയലറ്റ് സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻ്റ് ആണ്, അതിൻ്റെ വെലോസിറ്റി എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ആണെന്ന് പറയാം നമുക്ക്. എന്നാൽ റെഡ്
ലാർജർ വേവ് ലെങ്ത് കമ്പോണൻ്റ് ആണ് അല്ലേ, അതിൻ്റെ വെലോസിറ്റി എന്താണ്, മിനിമം ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി സ്മോളസ്റ്റ് ആണ് അല്ലേ, സ്മോളസ്റ്റ് വെലോസിറ്റി ആണ് നമുക്ക് പറയാം, നമുക്ക് ലീസ്റ്റ് വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ വേവ് ലെങ്ത് കൂടിയതിന് വെലോസിറ്റി കുറവാണ്, വേവ് ലെങ്ത് കുറഞ്ഞതിന് വെലോസിറ്റി കൂടുതലാണ് അല്ലേ. ഈ വേവ് ലെങ്ത്തുകളുടെ ഡിഫറൻസ് കാരണം വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, അത് കാരണം എന്തുണ്ടാവും, ഈ ടൈം ഇൻ്റർവെല്ലിന്, പൾസിൻ്റെ ടൈം ഇൻ്റർവെല്ലിനൊക്കെ ഒരു ബ്രോഡനിങ് ഉണ്ടാവാം അല്ലേ. അതിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റീരിയൽ ഡിസ്പെർഷൻ. മനസ്സിലായല്ലോ. ബ്രോഡനിങ് ഓഫ് ടൈം ഇൻ്റർവെൽ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഒപ്റ്റിക്കൽ ഫൈബർ. സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻറ്റ് മൂവിങ് വിത്ത് higher velocity and larger wavelength components moving with smaller velocity. Okay, this velocity difference make a broadening in the light pulses, which is the material dispersion. നോക്കുക ഇവിടെ light pulse is composed of group of components of different wavelengths അല്ലേ, ഡിഫറെൻറ്റ് വേവ് ലെങ്സ് ഉള്ള കമ്പോണൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ലൈറ്റ് പൾസ് എന്ന് പറയുന്നത്. ഷോർട്ട് വേവ് ലെങ്ത് കമ്പോണൻറ്റ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ലാർജർ വേവ് ലെങ്ത് കമ്പോണൻസ്. ഷോർട്ട് വേവ് ലെങ്ത് കമ്പോണൻസ്, അതായത് നമ്മുടെ വയലറ്റ് പോലുള്ള ആളുകൾ, മൂവിങ് ഫാസ്റ്റർ ദാൻ ലോങ്ങർ വേവ് ലെങ്ത് കമ്പോണൻസ് ലൈക്ക് റെഡ് അല്ലേ. ഇറ്റ് ലീഡ്സ് ടു ബ്രോഡനിങ് ഓഫ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ലൈറ്റ് പൾസസ്. അപ്പോൾ ലൈറ്റ് പൾസസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇൻ്റർവെല്ലിൽ ഒരു ബ്രോഡനിങ് ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന ബ്രോഡനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പെർഷൻ എന്ന് പറയുക. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് മെറ്റീരിയൽ ഡിസ്പെർഷൻ. ഇതിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഡിസ്പെർഷൻ എന്ന് പറയുക. ഇത് സിംഗിൾ മോഡ് ഫൈബേഴ്സിൽ മൾട്ടിമോഡ് ഫൈബേഴ്സിലും ഒരുപോലെ ഉണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കുക. മറ്റേതോ നമ്മുടെ ഇന്റർമോഡൽ ഡിസ്പെർഷൻ മൾട്ടിമോഡ് ഫൈബേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഡെറിവേഷൻ ഒന്നുമില്ല, ടൈം ഡിലേ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. മെറ്റീരിയൽ ഡിസ്പെർഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേ കാണുന്നു, അതിന് ഡെറിവേഷൻ ഒന്നുമില്ല, എക്സ്പ്രഷൻ മാത്രം പഠിക്കുക. ടൈം ഡിലേ ഡ്യൂ ടു മെറ്റീരിയൽ ഡിസ്പെർഷൻ, ഡെൽറ്റ ടി മെറ്റീരിയൽ എന്ന് കാണിക്കാൻ MAT എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ഡെൽറ്റ ടി മെറ്റീരിയൽ ഡിസ്പെർഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ സി ഡി സ്ക്വയർ എൻ ബൈ ഡി ലാംഡ സ്ക്വയർ എൽ ലാംഡ. ഓരോ ടേം എന്താ നോക്കുക, ലാംഡ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആണ്, സി എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്, എൻ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ആണ്, എൽ എന്താണ് പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് വേവ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ഡിസ്പെർഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേ കാണുന്നതിനുള്ള എക്സ്പ്രഷൻ. മറ്റേത് നമ്മൾ ഇന്റർമോഡൽ ഡിസ്പെർഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡെറിവേഷൻ ഒക്കെ പഠിച്ചു. ഓക്കെ, ഇവിടെ ഡെറിവേഷനില്ല, ഇക്വേഷൻ മാത്രം പഠിക്കുക. ഇവിടെ നമുക്ക് മൈനസ് ലാംഡ ബൈ സി ഡി സ്ക്വയർ എൻ ബൈ ഡി ലാംഡ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ മെറ്റീരിയൽ ഡിസ്പെർഷൻ എന്ന് പറയുക. ഡി മാറ്റ് എന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഡിസ്പെർഷൻ ഡി മാറ്റ് is equal to മൈനസ് ലാംഡ ബൈ സി ഡി സ്ക്വയർ എൻ ബൈ ഡി ലാംഡ സ്ക്വയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെറ്റീരിയൽ ഡിസ്പെർഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻട്രാമോഡൽ ഡിസ്പെർഷനിൽ ഒരു സെക്കൻഡ് ടൈപ്പ് നമ്മൾ പറഞ്ഞു, വേവ് ഗൈഡ് ഡിസ്പെർഷൻ. അതുകൂടി എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ലാർജർ വേവ് ലെങ്ത് കമ്പോണൻസ് ഉണ്ട്, സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻ്റ് ഉണ്ട്. സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻറ്റിന് നമ്മൾ പറഞ്ഞു വെലോസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ വെലോസിറ്റി കൂടുതലാവുമ്പോൾ നമുക്കറിയാം C/V ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അതായത് സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻറ്റിന് ഒപ്റ്റിക്കൽ ഫൈബർ സ്മോളർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓഫർ ചെയ്യുക. അതേപോലെ തന്നെ ലാർജർ വേവ് ലെങ്ത് കമ്പോണൻസിന് ഒപ്റ്റിക്കൽ ഫൈബർ ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓഫർ ചെയ്യുക അല്ലേ. അപ്പോൾ ഓഫർ ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസമുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗൈഡിംഗ് പ്രോപ്പർട്ടിയാണ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ഗൈഡിംഗ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോറിനെ. അപ്പോൾ നോക്കുക, ഇവിടെ ഈ ഓഫർ ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള വ്യത്യാസം കാരണം, ഗൈഡിംഗ് പ്രോപ്പർട്ടി സച്ച് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഡിസ്പെർഷനെയാണ് നമ്മൾ വേവ് ഗൈഡ് ഡിസ്പെർഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നോക്കുക എന്താ വേവ് ഗൈഡ് ഡിസ്പെർഷൻ? ഇറ്റ് ഈസ് ദ ഡിസ്പെർഷൻ ഡ്യൂ ടു ദ ഗൈഡിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഗൈഡിംഗ് പ്രോപ്പർട്ടീസ് കാരണം ഉണ്ടാകുന്ന ഡിസ്പെർഷനാണ് ടൈം ഇൻ്റർവെൽ ബ്രോഡനിങ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഓഫർ higher refractive index for higher wavelength components and smaller refractive index for smaller wavelength component. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ പിന്നെ ഹയർ വേവ് ലെങ്ത് കമ്പോണൻറ്റിന് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്മോളർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിന് സ്മോളർ വേവ് ലെങ്ത് കമ്പോണൻസിനും ഓഫർ ചെയ്യും എന്നുള്ളതാണ്. ദിസ് കോസ് എ ബ്രോഡനിങ് ഇൻ ടൈം ഇൻ്റർവൽ, ഇറ്റ് ഈസ് നോൺ ആസ് വേവ് ഗൈഡ് ഡിസ്പെർഷൻ. ഇത് ടൈം ഇൻ്റർവെലിനെ ബ്രോഡൻ ചെയ്യും, ഇതിനെയാണ് നമ്മൾ വേവ് ഗൈഡ് ഡിസ്പെർഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ 3 ഡിസ്പെർഷൻസ് പറഞ്ഞു, ഇന്റർമോഡൽ ഡിസ്പെർഷൻ, ഇൻട്രാമോഡൽ ഡിസ്പെർഷനെ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, മെറ്റീരിയൽ ഡിസ്പെർഷനും വേവ് ഗൈഡ് ഡിസ്പെർഷനും. 3 എന്താണെന്ന് പറഞ്ഞു. 3ഉം ടൈം ഇൻ്റർവെലിനെ ബ്രോഡനിങ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്, ടൈം ഡിലേ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഡിസ്പെർഷനും കാരണം ഇതിൽ നമ്മൾ പറഞ്ഞു ഇന്റർമോഡൽ ഡിസ്പെർഷൻ മൾട്ടിമോഡ് ഫൈബറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാൽ സിംഗിൾ മോഡ് ഫൈബേഴ്സിലും ഉണ്ടാവുന്ന 2 ഡിസ്പെർഷനാണ് മെറ്റീരിയൽ ഡിസ്പെർഷനും അതുപോലെ വേവ് ഗൈഡ് ഡിസ്പെർഷനും. അപ്പോൾ ഒരു മൾട്ടിമോഡ് ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അത് 3ഉം ഉണ്ടാവും. ഇന്റർമോഡൽ ഡിസ്പെർഷൻ ഉണ്ടാവും,
മെറ്റീരിയൽ ഡിസ്പേഷൻ ഉണ്ടാവും, വേവ് ഗൈഡ് ഡിസ്പേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഉണ്ടാവുന്ന ടോട്ടൽ ഡിസ്പേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഈ 3 ഡിസ്പേഷനും കാരണം ഉണ്ടാവുന്ന ടോട്ടൽ ടൈം ഡിലേ ഡ്യൂ ടു all these 3 types of dispersion in multimode fibers. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കുക. ടോട്ടൽ ടൈം ഡിലേ ബിറ്റ്വീൻ 2 ലൈറ്റ് പൾസസ് ഡ്യൂ ടു ഓൾ പൾസ് ഡിസ്പേഷൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിലേ ആണിത് സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ ടി ഇന്റർമോഡൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ ടി മെറ്റീരിയൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ ടി വേവ് ഗൈഡ് സ്ക്വയർ ആണ്. ഇതാണ് ടോട്ടൽ ടൈം ഡിലേ. അതായത് ഇന്റർമോഡൽ ഡിസ്പേഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഇന്റർവെലിന്റെ ടൈം ഡിലേയുടെ സ്ക്വയർ പ്ലസ് മെറ്റീരിയൽ ഡിസ്പേഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേയുടെ സ്ക്വയർ പ്ലസ് വേവ് ഗൈഡ് ഡിസ്പേഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഇന്റർവെലിന്റെ സ്ക്വയർ അതിനെ സ്ക്വയർ റൂട്ട് ചെയ്തതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് ടൈം ഡിലേ സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടൈം ഡിലേ ഡ്യൂ ടു ഇന്റർമോഡൽ ഡിസ്പേഷൻ, ടൈം ഡിലേ ഡ്യൂ ടു മെറ്റീരിയൽ ഡിസ്പേഷൻ and time delay due to wave gauge dispersion gives the total time delay between 2 pulses due to all types of pulse dispersion എന്ന് പറയാം. ഇതിനകത്ത് നമ്മൾ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഉണ്ട്, മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഉണ്ട് അല്ലേ. അപ്പോൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിലാണോ അതുപോലെ പിന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലാണോ ഇന്റർമോഡൽ ഡിസ്പേഷൻ കൂടുതൽ എന്നുള്ളതാണ്. ഇവിടെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ എപ്പോഴും ഇന്റർമോഡൽ ഡിസ്പേഷൻ കുറവായിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിൽ ലൈറ്റ് റേ കൂടുതൽ സമയവും ഒപ്റ്റിക്കൽ ഫൈബറിനോട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒപ്റ്റിക് ആക്സിസുമായിട്ട് ക്ലോസർ ആയിട്ടായിരിക്കും കിടക്കുക. മനസ്സിലായല്ലോ? ഇൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഇന്റർമോഡൽ ഡിസ്പേഷൻ ഈസ് ലെസ് ഡ്യൂ ടു മോർ ടൈം ഡ്യൂ ടു ദ light ray spent more time with the optic axis. ഒപ്റ്റിക് ആക്സുമായിട്ട് ക്ലോസ് ആയിട്ടായിരിക്കും കൂടുതൽ സമയം കിടക്കുക. അങ്ങനെ കിടക്കണേ കൊണ്ടുള്ള ഗുണം എന്താ? ഒപ്റ്റിക് ആക്സിൽ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആണ് അല്ലേ, ഹയസ്റ്റ് ആണ് എവിടെ? ഒപ്റ്റിക് ആക്സിൽ. അപ്പോൾ ആ ഒപ്റ്റിക് ആക്സിലിനോട് ചേർന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഈ പിന്നെ ലോവർ ഓർഡർ മോഡിൻ്റെ അല്ലേ, ലോവർ ഓർഡർ മോഡിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഹയർ ഓർഡർ മോഡ് നല്ല വെലോസിറ്റി ഉണ്ട്, ലോവർ ഓർഡർ മോഡ് കുറച്ച് ദൂരെ സഞ്ചരിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നേരത്തെ എത്താനുള്ള കാരണം. പക്ഷേ ഈ ലോവർ ഓർഡർ മോഡിൻ്റെ വെലോസിറ്റി രീതിയിൽ കുറയുന്നത് കൊണ്ട് രണ്ടുപേരും ഏകദേശം അല്ലേ, ഹയർ ഓർഡർ മോഡും ലോവർ ഓർഡർ മോഡും ഏകദേശം ഒപ്പെത്തും എന്നുള്ളതാണ്. അപ്പോൾ ലോവർ ഓർഡർ മോഡ് ഒപ്റ്റിക് ആക്സുമായിട്ട് ക്ലോസർ ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ടൈം ഡിലേ കുറയാനുള്ള ഇന്റർമോഡൽ ഡിസ്പേഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡിലേ ഒക്കെ കുറയും, അഥവാ ഇന്റർമോഡൽ ഡിസ്പേഷൻ കുറയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും വരാറുണ്ട്. ഇൻ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഇന്റർമോഡൽ ഡിസ്പേഷൻ ഈസ് ലെസ്, വൈ എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? ഇൻ ഇന്റർമോഡൽ ഡിസ്പേഷൻ ഇൻ ദ കേസ് ഓഫ് ദ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ലോവർ ഓർഡർ മോഡ് സ്പെൻഡ് മോർ ടൈം ക്ലോസർ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ലോവർ ഓർഡർ മോഡ് സ്പെൻഡ് മോർ ടൈം, കൂടുതൽ സമയം ഒപ്റ്റിക് ആക്സുമായിട്ട് ക്ലോസർ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ, അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മറ്റേയാൾക്ക് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ഹയർ ഓർഡർ മോഡിന് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ വെലോസിറ്റി കുറവായതുകൊണ്ട് കുറേയൊക്കെ ആ ടൈം ഡിലേ കുറയും എന്നുള്ളതാണ്, അഥവാ ഇന്റർമോഡൽ ഡിസ്പേഷൻ കുറയും എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണം. നമുക്ക് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനും ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് കൂടി പറയണം. ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് വരുന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.